അപ്പോ പണം നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല? ഇല്ല സർ. പിന്നെ കാശ് ആവിയായി പോയോ? കേസ് വഴി തെറ്റിക്കാനും ഞങ്ങൾ പോലീസുകാരെ പറ്റിക്കാനും കള്ളം പറഞ്ഞാലുണ്ടല്ലോ. സത്യമാണ് സാർ, ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. പോലീസ് ഡോഗ് ജിമ്മി ആദ്യം ഐഡന്റിഫൈ ചെയ്ത ആ ചവറുകൂനയിൽ കണക്ടർ ആയിരിക്കും ബാഗിന്റെ റൂട്ട്. സർ, അങ്ങനെ വരുമ്പോ കസ്റ്റഡിയിലുള്ള രമേശ് ഷബീർ എന്നിവരെ ഇനിയും ചോദ്യം ചെയ്യേണ്ടി വരുമെന്ന് തോന്നുന്നു. സാധ്യതകളില്ലാതില്ല. മർഡർ ആയിരുന്നില്ല അവരുടെ ഉദ്ദേശം, പണം തന്നെയായിരുന്നു. സർ, ഇത് കൊല്ലപ്പെട്ട അഷ്റഫിന്റേതാണെന്ന് അയാളുടെ ഭാര്യ ഐഡന്റിഫൈ ചെയ്തു. മേടമാസം 16-ാം തീയതി ബുധനാഴ്ച. അത് കഴിഞ്ഞാൽ നല്ലൊരു മുഹൂർത്തം ഇടവത്തില. നീട്ടണ്ട, അതങ്ങോട്ട് ഓർപ്പിക്കാം. ഇന്നേക്കെങ്കിലും ഇന്ന് തന്നെ പറഞ്ഞു നിൽക്കുക. കാണും കള്ളത്തെ നീട്ടണ്ട. എന്റെ വീട്ടിലേക്ക് വിശേഷം അന്വേഷിച്ചേ ഇരുട്ടിന്ന് ഇടയ്ക്കിടയ്ക്കുള്ള വരവ് നിർത്താലോ. എന്നാ പിന്നെ മോതിരം അങ്ങോട്ട് മാറിയ ബിരിയാണി ചെമ്പ് പൊളിക്കാൻ നമുക്ക്. സ്വന്തമല്ലേ പൊന്നല്ലേ, നീ ഇന്നെന്റെ മാത്രമല്ലേ, എന്നിട്ടെന്തിനിയും പരിഭവമുള്ളിൽ കൊച്ചു കൊച്ചു കുറുമ്പിൻ മുള്ളുവച്ച മുനകൾ, അതിലാരോരും അറിയാത്ത രസമില്ലയോ, അല്ലേ കളിവീടുമേയുന്ന പൊൻപീലിയോ, കതിരോല കാറ്റിന്റെ താലോലമോ, ഈ ഏകാന്തരാവിൻ നിലാവോ, നിനക്കേതാണ് പ്രിയമെന്റെ അഴകേ, പറയൂ പറയൂ പറയൂ, പൊന്നല്ലേ നീ ഇന്നെന്റെ മാത്രമല്ലേ.
ആവേശമോ മിഴിയോട് മിഴി ചേരും ഉന്മാദമോ നീ എന്റേതല്ലേ എന്റെ സ്വന്തമല്ലേ എന്നിട്ടെന്തിനിയും പരിഭവമുള്ളിൽ അതിലാരോരും അറിയാത്ത രസമില്ലയോ നീ എന്റേതല്ലേ എന്റെ സ്വന്തമല്ലേ നിന്റെ കല്യാണ നിശ്ചയത്തിന് മൂപ്പരും കൂട്ടരും വന്നു കയറിയപ്പോ ഒരു മഴ അങ്ങോട്ട് പെയ്തു. സാധാരണ നടന്നു വരേണ്ട വരനും കൂട്ടരും ഓടിക്കേറിയ സാറെന്താ ഈ വഴിക്ക്? ഇവിടെ എന്താ വിശേഷം? എന്റെ ഭാര്യയുടെ അനിയത്തിയുടെ മോതിരന്മാരിലായിരുന്നു. ആഹാ, വാ. ഇവനാ വരൻ മണി. ഹലോ. ഇത് രാജി. രാജി കുടുംബശ്രീ പ്രവർത്തകയാണല്ലേ? അതെ. രാജിയുടെ കൂടെയുള്ള മറ്റുള്ള സ്ത്രീകൾ? അവര് 3 പേരോ? കാര്യങ്ങൾ നടക്കട്ടെ. കൺകാശ്. താങ്ക് യു സർ. രാമകൃഷ്ണൻ വന്നേ. ആ മർഡർ കേസ് ഇവര് വർക്ക് ചെയ്യുന്ന ഏരിയ ചില എവിഡൻസ്. എന്താ പറയുന്നേ? ചിലപ്പോ അവർക്ക് പോലീസിനെ ഏതെങ്കിലും രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ കഴിഞ്ഞേക്കും. തിരക്ക് കഴിഞ്ഞ് അവർ 4 പേരുടെ സ്റ്റേഷൻ വരെ ഒന്ന് വരാൻ പറഞ്ഞേക്ക്. ശരി സാർ. നിർത്ത്. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. നമ്മളൊന്നും കണ്ടിട്ടുമില്ല, നമുക്കൊന്നും കിട്ടിയിട്ടുമില്ല. അപ്പൊ നമുക്ക് കിട്ടിയതോ? അത് ഇവിടെ പറഞ്ഞാലേ അപ്പൊ കിട്ടേണ്ടത് കിട്ടും. കൊന്നാലും വിട്ടരുത്. ഓല് പിടിച്ച് തല്ലോ മറ്റോ ചെയ്ത സത്യം പറഞ്ഞു പോകുന്ന എന്റെ പേടി. അതാ എന്റെ പേടി. അയ്യോ, നടക്കേണ്ടത് നടന്നു കഴിഞ്ഞു. ഇനി നമ്മൾ ഉറച്ച മനസ്സോടെ നിൽക്കുക തന്നെ. അതേ രക്ഷയുള്ളൂ. എന്റെ ഗുരുവായൂരപ്പ, മനഃശക്തി തരണേ ഗുരുവായൂരപ്പ. സർ, വരൂ ചേച്ചി, ഇരിക്ക. വേണ്ട, അഥവാ വേണ്ടി വന്ന അപ്പ ഇരിക്കാമല്ലോ. എന്താ അങ്ങനെ? മൂപ്പത്തിക്ക് ഷുഗറിന്റെ? അതെ, കുറച്ച് ഷുഗറിന്റെ പ്രമേഹമുണ്ട്. പ്രമേഹം. ഞാൻ വിളിപ്പിച്ചത് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ എനിക്ക് നിങ്ങളിൽ നിന്ന് അറിയേണ്ടതുണ്ട്. ഈ കനോലി കനാൽ പരിസരം നിങ്ങളുടെ ഏരിയ ആണല്ലോ? അതെ. കഴിഞ്ഞ ദിവസം കനോലി കനാലിൽ ഒരു ഡെഡ് ബോഡി കൊലപാതകമായിരുന്നു. അറിഞ്ഞിരുന്നോ? ഇല്ല, ഞാൻ അറിഞ്ഞില്ല. അന്നും അതിനു മുമ്പുള്ള ദിവസങ്ങളിലും ആ പരിസരത്തെ ചപ്പചവറുകൾ തരംതിരിച്ചതും മാലിന്യങ്ങൾ ശേഖരിച്ചതും നിങ്ങൾ തന്നെയല്ലേ? അതെ സാർ. ആ ചവറുകൂനയിൽ വിലപ്പെട്ട എന്തെങ്കിലും കാണുകയോ കിട്ടുകയോ എടുക്കുകയോ അങ്ങനെ എന്തെങ്കിലും? ഇല്ലില്ല. എന്നാൽ കൊല്ലപ്പെട്ട ആളുടെ ലക്ഷക്കണക്കിന് രൂപ അടങ്ങിയ ഒരു ബാഗ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. പോലീസ് ഡോഗ് തിരിച്ചറിഞ്ഞ സ്ഥലം നിങ്ങൾ വർക്ക് ചെയ്യുന്ന അതേ ഏരിയയിലുള്ള ചവറുകൂനയാണ്. നഷ്ടപ്പെട്ട ബാഗും പണവും നിങ്ങളുടെ കണ്ണിൽ പെടാതിരിക്കാനുള്ള സാധ്യതയില്ല. ഞാൻ ജനിച്ചു വളർന്ന എറണാകുളത്താണെങ്കിലും നമ്മുടെ എല്ലാ ജില്ലകളിലും ഞാൻ പോലീസ് പണിയെടുത്തിട്ടുണ്ട്. അതിൽ പ്രത്യേകിച്ച് കോഴിക്കോട് അതെന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടുത്തെ ആളുകളുടെ സ്നേഹം, സൽക്കാരം, സത്യസന്ധത. അതുപോലെ തന്നെ നിങ്ങൾ കുടുംബശ്രീ പ്രവർത്തകരുടെ നാടും വീടും വൃത്തിയാക്കുന്നതിനുള്ള മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനം, അതിനെക്കുറിച്ചുള്ള നല്ല ബോധ്യത്തോടുകൂടി തന്നെ ചോദിക്കുക. അങ്ങനെ ഒരു ബാഗ് നിങ്ങളുടെ ആരുടെയും കണ്ണിപ്പെട്ടിട്ടില്ലേ? ഇല്ല.
ഞാനിവിടെ ഇരുന്നോട്ടെ. പിന്നെന്താ? ഇനി നിങ്ങളെ മുഖത്ത് നോക്കിയ കള്ളത്തരം പറയാൻ എനിക്ക് പറ്റൂല. സത്യം പറയാല്ലോ, എനിക്ക് അവിടുത്തെ ഒരു ബാഗ് കിട്ടിയിരുന്നു. എന്നിട്ട് ഇവരാരും അറിയാതെ ഞാനത് എടുത്തു മാറ്റി. എന്റെ ബിജുവിന്റെ കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുവല്ലാന്ന് വിചാരിച്ചു. അതിനകത്ത് എന്താ ഉണ്ടായിരുന്നത്? ഞാനത് നോക്കിയിട്ടേ ഇല്ല. അതിന് നേരം കിട്ടിയില്ല. ഞങ്ങളെ മോട്ടോറിക്ഷ കഴുകുന്നിടത്ത് ഒരു കുറ്റിക്കാടുണ്ട്. ഞാനതിൽ ഒളിച്ചു വെച്ചു. പിന്നെടുക്കാമെന്ന് വിചാരിച്ചു.